പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ഷട്ടറുകളും തുറന്നിരുന്നു. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. കയറുന്ന വെള്ളം ഇറങ്ങിപ്പോകാൻ ഒരു സാഹചര്യമില്ലാത്തത് കൊണ്ട് അത് അവിടെ തങ്ങി നിൽക്കുന്നു എന്ന പരാതിയും പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. പാറക്കെട്ടുകൾ പൊട്ടിച്ചേറി താഴേക്ക് വീഴുന്നതായിട്ടുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട്. ഏറെ നേരം ഗതാഗത തടസ്സവും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു തലസ്ഥാനത്ത് കവടിയാറിൽ മരം റോഡിന് കുറുകെ വീണ് ഗതാഗതം ഏറെ നേരം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടത്. ജില്ലയിൽ എന്തായിരുന്നാലും ഇനി 3 ദിവസവും അതിശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസവും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേരളത്തിലെ കാലാവസ്ഥാ പ്രവചനം. 50 കിലോമീറ്ററോളം വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 20, 22 തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് 20 മുതൽ 24 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയും പെയ്തേക്കാമെന്നുള്ളതാണ് പ്രവചനം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 22ഓടെ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. ഇത് വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മെയ് 24 തീയതി രാവിലെയോടെ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴിയുള്ളതും ഒരു വെല്ലുവിളിയാണ്. തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ നിന്നും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തിയും അതോടൊപ്പം രൂപപ്പെട്ടു. വടക്കൻ കേരളത്തിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടിയുണ്ട്. അതിന്റെ ഫലമായി അതിശക്തമായ മഴ കേരളത്തിൽ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്നാൽ കേരളത്തിൽ മഴ തുടരുന്നതുകൊണ്ട് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തുടരുകയാണ്. ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള മഴയും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിൽ 3 ദിവസത്തേക്ക് റെഡ് അലർട്ട് തന്നെ ആയിരിക്കും. ആലപ്പുഴയിലെ റെഡ് അലർട്ട് പിൻവലിച്ചു. പക്ഷേ ഇന്ന് വരെ ആലപ്പുഴയിൽ വലിയ തോതിലുള്ള വെല്ലുവിളി തന്നെയാണ് നിലനിന്നിരുന്നത്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതിൽ തലസ്ഥാനം ഉൾപ്പെടെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കനത്ത മഴ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്കും അതുപോലെ തുടരുന്നുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിൽ പോകാൻ പാടുള്ളതല്ല. കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുമുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും പരിഗണിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPCകൾക്കും പ്രത്യേക നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമീപ ജില്ലകളിലുള്ളവർ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്ക് പോകരുത്. അവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന മുന്നറിയിപ്പുണ്ട്. ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണം അതുപോലെ തുടരും. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിൽ മഴ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന താക്കീത് നൽകിയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളിൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളയിടങ്ങളിൽ സുരക്ഷാ ബോർഡ് സ്ഥാപിക്കാനും ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയിട്ടുള്ള സഞ്ചാരികളിലും മുന്നറിയിപ്പ് എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പാക്കൽ നടപടികൾ സ്വീകരിക്കണം. ഏതെങ്കിലും സഞ്ചാരികൾ അപകടത്തിൽപ്പെടുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്താൽ ബന്ധപ്പെടേണ്ട അടിയന്തര നമ്പറുകളും ടൂറിസ്റ്റുകൾക്കിടയിൽ വ്യാപകമായി നൽകണമെന്ന നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്.